Abdus Samad Samadani, a scholar, a writer, and Indian politician who was born in 1959 in Kottakal, Malappuram. He completed his BA with first rank and MA with second rank. He was a two-time member of Rajya Sabha, the upper house of the Indian Parliament, and a member of the Legislative Assembly of Kerala. Currently, he is the National Secretary of Indian Union Muslim League. ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ മഹനീയ സാന്നിധ്യങ്ങളാണ്. ഏതൊരു കാലഘട്ടത്തെയും ദീപ്തമാക്കുന്നത്, ആ കാലഘട്ടത്തെ വർണ്ണാഭമാക്കുന്നത് എല്ലാം ഈ മഹനീയ സാന്നിധ്യങ്ങൾ തന്നെയാണ്. മാത്രമല്ല, നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ കാലഘട്ടത്തിൻ്റെ സമസ്യകളെ, പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ നമുക്ക് ത്രാണി നൽകുന്നതും ആ സാന്നിധ്യങ്ങൾ തന്നെയാണ്. ചരിത്രം, കാലം എന്നൊക്കെ പറയുന്നത് വളരെയേറെ മഹത് വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. സമൂഹത്തെ വ്യക്തി നയിക്കുകയാണോ, വ്യക്തിയെ സമൂഹം നയിക്കുകയാണോ എന്നുള്ള ചർച്ച എക്കാലത്തും ലോകത്തുണ്ടായി. ആ ചർച്ച തുടരട്ടെ. ചരിത്രത്തിൽ സമൂഹമാണോ വ്യക്തിയാണോ പ്രധാനം എന്ന തർക്കങ്ങളൊക്കെ നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, വ്യക്തികളുടെ സ്പർശം, മഹത് വ്യക്തികളുടെ സ്പർശം, പ്രഭാവം, അതെപ്പോഴും ചരിത്രത്തിൻ്റെ ഗതിയെ, കാലത്തിൻ്റെ പ്രവാഹ രീതി വിശേഷങ്ങളെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളീയ സമൂഹം, നമ്മുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ബിഷപ്പ് ക്രിസോസ്റ്റം തിരുമേനി അതിൽ നിറഞ്ഞു നിൽപ്പുണ്ട് എന്ന് പറയുന്നത് വെറും ഒട്ടും അതിശോക്തിപരമായിരിക്കില്ല, നിറഞ്ഞു തന്നെ നിൽക്കുകയാണ്. അത് മതത്തിൻ്റെ, സാമൂഹിക സേവനത്തിൻ്റെ, ജീവകാരുണ്യത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ പോലും, രാഷ്ട്രീയം എന്ന് ഞാൻ പറയുന്നത് വളരെ വിശാലമായ അർത്ഥത്തിലാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ പൊതു വ്യവഹാരങ്ങളൊക്കെ ഒരർത്ഥത്തിൽ രാഷ്ട്രീയമാണല്ലോ. ആ മേഖലകളിലൊക്കെ അതിലേക്കൊക്കെ പരന്നൊഴുകിയ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിൻ്റെ ഇമ്പം, അതിൻ്റെ ചാരുത നമ്മുടെ കാലഘട്ടത്തിന് വലിയ ഒരു അനുഗ്രഹമായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഒരു മുസ്ലിം മന്ത്രിയുണ്ട് അബുദാബിയിൽ. അത് ശരി. ഞാൻ അബുദാബി പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ കാണാം. അദ്ദേഹം അങ്ങനെ സമയമുണ്ടായി. അദ്ദേഹം ഇതുപോലെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, അങ്ങ് അധികം ഞെക്കരുത്, ഞാൻ ചത്തുപോകും. അല്ല, ഈ ഗ്രീറ്റിംഗ് മുസ്ലിം അതെനിക്ക്, ഞങ്ങൾ ബിഷപ്സ് ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങളുടെ ആളുകൾ അവിടുന്ന് വന്ന കാണുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഇപ്പം വന്നപ്പോഴൊരു ദോഷം, എല്ലാം കുടവയറുകാരാ. അപ്പം വയറ് തമ്മിലേ ആക്കിയുള്ളൂ. പക്ഷേ തിരുമേനി, ഈ ഹഗ് ചെയ്യുക, ആശ്ലേഷിക്കുക, പരസ്പരം സ്പർശിക്കുക, ഇതിലൊക്കെ ഒരു സ്നേഹവും ഒരു ആത്മീയതയുണ്ടല്ലോ അല്ലേ, ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടല്ലോ അതിൽ. അതാണ് ഇന്ന് കുറേയൊക്കെ കുറഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മീയത, സ്നേഹം, ഇതൊക്കെ ഇങ്ങനെ തൊലിപ്പുറമേ കൂടി ഇങ്ങനെ ശിരസ്സുകൾക്ക് മീതെ കടന്നു പോണ മാതിരി, ഉള്ളിൽ തട്ടാതെ. അത് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ
അപ്പനും ഭാര്യയും ഭർത്താവും അപ്പനും മക്കളും അതുപോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് എൻ്റെ വിചാരം. പണ്ടൊക്കെ ഞാൻ ചെറുപ്പമായിരുന്നപ്പം കുസൃതിയൊക്കെ കാണിക്കും, എന്നെ അടിക്കും. അടിച്ചു കഴിഞ്ഞാൽ അന്ന് സന്ധ്യ വരെ അമ്മച്ചൻ അടിച്ച് ആരാന്ന് വെച്ചാൽ അവർ നോക്കും, അവിടെ തണുത്തോ അവിടെ പൊട്ടുണ്ടോ. ഞാനിതൊന്നും കൊള്ളുന്നതുകൊണ്ട് ഞാൻ 5 മിനിറ്റ് കഴിയുമ്പോൾ അപ്പോൾ എന്നെ അടിച്ചു കഴിയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേദന, അടിക്കുമ്പോൾ അടി കൊള്ളുമ്പോൾ എനിക്ക് വേദന, എൻ്റെ അമ്മയ്ക്ക് അന്ന് മുഴുവൻ വേദന. അത് ആ ബന്ധം ഇന്ന് അമ്മയ്ക്ക് അടിക്കാൻ ധൈര്യമില്ല. അടിച്ചെങ്കിൽ സന്ധ്യയ്ക്ക് പോകുമ്പോൾ അമ്മയുടെ കണക്ക് ഈ നമ്മുടെ സമൂഹത്തിൽ ബന്ധങ്ങൾ ലീക്ക് ചെയ്തുകൊണ്ട് തകർന്നു പോകാൻ പറയുന്നത്. ബന്ധങ്ങൾക്കും തിരുമേനി ഒരു ആഴം, അതിൻ്റെ ഒരു സ്നേഹസ്പർശം, ബന്ധങ്ങൾക്കൊരു വൈകാരികത ഒക്കെ വേണ്ടേ? അത് വൈകാരികത തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കണം. അതാണ് ഇന്നത്തെ വലിയ വിഷമം. ഈ അപ്പനും മകനും കൂടെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും അപ്പന്മാർ പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. അത് മാത്രമല്ല, എൻ്റെ അനിയനൊരു ഡോക്ടറായിരുന്നു, അവൻ മരിച്ചുപോയി. അവൻ്റെ ഭാര്യയെ ഞങ്ങളൊരു പൂവർ ഹോം എന്ന് പറഞ്ഞാൽ ഈ പണമുള്ള ആക്കി. അവൾ അവിടെ ഒരുത്തരെ അറിയത്തില്ല, മനസ്സിലായി? ഒരുത്തരും അവളെ അറിയത്തില്ല. എന്നാൽ ഒറ്റപ്പെട്ട അവസ്ഥ. അവൾക്ക് അതാണ് അവളുടെ വയസ്സുകാലത്തിൻ്റെ ക്ഷീണത. എന്നാൽ ഇപ്പോഴാണെങ്കിൽ, മുമ്പാണെങ്കിൽ വല്യമ്മ അങ്ങോട്ട് ചെന്ന് ആ കൊച്ചി ചോദിക്കും, അമ്മയുടെ പല്ല് പോയില്ലോ, ഇപ്പം മോനെയാണല്ലോ. അപ്പോൾ അമ്മ ഒരു കള്ള ചിരിക്കും, ആ ചിരി കണ്ടാൽ. അതുപോലെയുള്ളത് നമുക്ക് വർദ്ധിലേക്ക് ഇല്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എനിക്കുള്ള സങ്കടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സങ്കടമേ, അതിൽ സങ്കടമില്ല. ഈ അപ്പനെയും അമ്മയും അവിടെ ഇട്ട് 3 വർഷമായിട്ടും കാണാൻ പറ്റാത്തവരുണ്ട്. ഇപ്പൊ കേരളത്തില് തിരുമേനി വിദ്യാലയങ്ങളെക്കാൾ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇതുകൊണ്ടാണല്ലോ അത്. മാതാപിതാക്കളെ വീട്ടിൽ പോറ്റുക എന്നുള്ളത് പോയി തൊഴുത്ത് തള്ളുന്ന പോലെ കൊണ്ടുപോയി ആക്കുകയാണ്. മക്കള് ഏറിയാൽ പണം കൊടുത്തെന്ന് വരും അവരെ നോക്കാൻ, പക്ഷേ താങ്ങാനോ തലോടാനോ. ഇത് വളരെ ശരി. ഈ മതം തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലും, മതം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണല്ലോ തിരുമേനി, അല്ലേ? ഈ ബന്ധങ്ങളും അതെ, അതിൽ നിന്നൊക്കെ ഒരു അറ്റൻഷൻ മാറിപ്പോകുന്നു ചിലപ്പോൾ. അതെ, മതത്തിന് ഇപ്പോൾ പള്ളിയിലുള്ള ഇൻട്രസ്റ്റ് അല്ലാതെ പള്ളിയിലെ വർഷിപ്പേഴ്സിൽ ഇൻട്രസ്റ്റ് ഇല്ല. പള്ളി വന്നിട്ട് ആക്കണം, അവിടെ എല്ലാ ക്രമീകരണമൊക്കെ വേണം, ഇവൻ ജീവിക്കണം എന്നുള്ളതില്ല. ഇപ്പോൾ ബൈബിളിൽ അയൽക്കാരനെ കുറിച്ചുള്ള വളരെ വികാരാർദ്രമായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ. ഇപ്പോൾ പ്രവാചക തിരുമേനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പ്രവാചക തിരുമേനി പറയുന്നുണ്ട്, ഞാൻ അയൽക്കാരനെ കുറിച്ച് അധികം പറഞ്ഞാൽ നിങ്ങൾ സ്വത്തവകാശം വരെ കൊടുക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെങ്കിൽ എല്ലാ മതങ്ങളും ഇത് പഠിപ്പിക്കുന്നു. അതിൻ്റെ അകത്തെ വലിയ പുള്ളിയും ചെറിയ പുള്ളിയും ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. അതായത് മുമ്പേ പറഞ്ഞത്, നിമ്പി പറഞ്ഞ പോലെ നിങ്ങളുടെ സ്വത്ത് വിൽക്കേണ്ടി വരും. കർത്താവ് നിനക്കുള്ളതെല്ലാം വിറ്റ് അയൽക്കാരന്. അതുകൊണ്ട് എന്നാൽ
ഇന്ന അയൽക്കാരനെ കണ്ടാൽ അറിയും. ഞാനൊരു കഥ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ ഒരുത്തൻ വന്ന് രാത്രി, ഞങ്ങളുടെ ഗ്രാമക്കാർ. അപ്പോൾ അവന് പല്ല് ഞങ്ങളുടെ എല്ലാവരും ഒക്കെ ഉറക്കമായി. വല്യപ്പച്ചൻ ചോദിച്ചു, അതാരാണ്? അവനൊന്ന് ചുമച്ചു, അതാരാന്ന് ചോദിച്ചു. ഉടനെ അവൻ പറഞ്ഞു, ഞാനാണ്. അത് ഞാൻ വിചാരിച്ചു ഇവനെന്നോ മണ്ടറ, ഞങ്ങളവിടെ എല്ലാവരുടെയും പേര് ഞാനാണ്. ഇവൻ ഞാനെന്ന് പറഞ്ഞാൽ എന്നാൽ ഉടനെ എൻ്റെ വല്യപ്പച്ചൻ ചോദിച്ചു, ചാക്കമാന്ന് പറഞ്ഞു. ഉടനെ അന്നേന്ന് പറഞ്ഞു, പിള്ളേരെ എഴുന്നേക്ക് കഥ തുറക്കാൻ. അവൻ്റെ ശബ്ദം കേട്ടാൽ വല്യപ്പച്ചനറിയാം, തിരിച്ചറിയും. അപ്പോൾ അങ്ങനെ ഉള്ള ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവൻ്റെ ആവശ്യം, നമ്മളുടെ അയൽവാസിയുടെ ആവശ്യം, നമ്മുടെ അയൽവാസി 4ാം ക്ലാസ്സിൽ നല്ല മാർക്കോട് ജയിച്ചെന്ന് കേട്ടാൽ ആ കൊച്ചിനെ നമ്മൾ ചെയ്യും, അവനൊരു ചുട്ട പറങ്ങാണ്ടി കൊടുക്കും. സമ്മാനം ഒരു പറങ്ങേണ്ടിയേ ഉള്ളൂ. പക്ഷേ അത് വലിയ ഒരു കപ്പ് സ്നേഹത്തിൻ്റെ അകത്താണ് നമുക്ക് കൊടുക്കുന്നത്. അതായത് തിരുവേനി, നമുക്ക് ഈ മതത്തിൻ്റെയും ആത്മീയതയുടെയും ഒക്കെ ഒരു മാനുഷിക ഭാവം അല്ലേ, അതിൻ്റെ മാനുഷികമായ ഉള്ളടക്കം, ഹ്യൂമൻ കണ്ടന്റ് ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കാലത്ത് നിന്ന്. ഇങ്ങനെ ശരി, അതാണ് എന്തിലുള്ള ഒരു മനുഷ്യ വ്യവഹാരങ്ങളിൽ നിന്ന് അതിൻ്റെ ഒരു മാനവികമായിട്ടുള്ള ഉള്ളടക്കം അതിങ്ങനെ അനുദിനം ശോഷണം. ഇപ്പോൾ മതപരമായിട്ടും ഒക്കെ ആളുകൾ വളരെ ഉഷാറായി എന്നൊക്കെ ഇങ്ങനെ തോന്നും, ഒക്കെ പുറമെയാണ്, ബാഹ്യമായിട്ടുള്ള മോടികളും അടയാളങ്ങളുമാണ്. ആന്തരികമായ ചൈതന്യം, ഹൃദയസ്നേഹം, ഇത് വളരെ പരമാർത്ഥമാണ്. ഇപ്പം നമുക്ക് ലെജിസ്ലേച്ചറിൽ 5 പാർട്ടികളുണ്ട്. ഈ ഒരു പാർട്ടിയിലെ ആള് അതിൻ്റെ മറ്റേ ആളിനെ സ്നേഹിക്കുന്നില്ല. അതായത് അതിൻ്റെ കാര്യം, അവൻ എന്നേക്കാൾ വലിയവനായിരുന്നു വന്നേക്കും. എന്നാൽ ഒരു വീട്ടിലാകുമ്പോൾ എൻ്റെ അമ്മയേക്കാൾ ഉന്നതൻ ഞാനാകുമ്പോൾ സന്തോഷമാണ്. ഞാനത് ചിരിച്ചത് തിരുവേനി, ഞാനൊരു തമാശ ഓർത്തുപോയി. ഞാൻ വേദിയിലിരിക്കുമ്പോൾ നമ്മളെ കേരളത്തിലെ വളരെ അറിയപ്പെടുന്നൊരു നേതാവ് എന്നോട് വളരെ സ്നേഹമുള്ള ആളാണ്. എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹമാണ്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ സദസ്സിൽ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സമദാനിയോട് നല്ല ഇഷ്ടമാണ്. അതിന് പ്രധാന കാരണം ഞങ്ങൾ രണ്ടാളും ഒറ്റ പാർട്ടിയിലല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും ഒരേ പാർട്ടിയിലല്ല എന്ന്. അതുകൊണ്ട് ഒരു പാർട്ടിയിലുള്ളവർക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയില്ല. തിരുമേനി പറഞ്ഞ സോക്കട് വരും. അതായത് നമുക്ക് പരിചയമില്ലാത്തവരെ സ്നേഹിക്കാം. അതിൻ്റെ അർത്ഥം സ്നേഹത്തിന് ആഴമില്ല. അവിടെ എല്ലാം വള്ളം ഉറയ്ക്കും, മുമ്പോട്ട് പോകത്തില്ല. ഈ ആഴം തിരുമേനി, മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ ഒരു ആഴം വേണമല്ലോ അല്ലേ? അതെ. ദർശനം, ചിന്ത. മതമാണെങ്കിലും വേണം ഒരു ഡെപ്ത് ഇല്ലാത്ത മതം ഇറ്റ് വിൽ ബി ഡേഞ്ചറസ്. അതെ, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഈ മതത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ പാർട്ടിയോടും ആളുകൾക്കില്ല. ഇപ്പം ചില പാർട്ടി ചേർന്നിരിക്കുന്നത് അവർക്ക് MLA ആണെങ്കിൽ ഇവിടെ ഒത്തില്ല, അവിടെ ഒക്കും. അതായത് പാർട്ടിയോടുള്ള സ്നേഹമോ ഒന്നുമല്ല, അവൻ MLA സ്ഥാനത്തോടുള്ള സ്നേഹം ആയിക്കഴിഞ്ഞാൽ പിന്നെ ബോഡി അറിയാം. ഞാൻ നാളെ പറഞ്ഞു, ഇദ്ദേഹം വലിയ ഒരു MLA വലിയ ആളാണ്, എന്നാൽ എൻ്റെ ഒരു ഞെക്കുകൊണ്ടായ MLA ആയെന്ന് അദ്ദേഹം ഓർക്കണം. എന്തായിരുന്നു ഈ അത് ശരിയാ, ഞെക്കി. പണ്ട് നമ്മൾ വരയ്ക്കാൻ ഇപ്പം അപ്പം എൻ്റെ വോട്ട് കൊണ്ട് MLA ആയ ആളാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായിരിക്കണം ഞാൻ വോട്ട് ചെയ്ത ആൾ MLA. അയാൾക്ക്
എന്നെ MLA ആക്കിയ ആളാണ് എന്നുള്ള ബോധം വേണം. അതുകൊണ്ട് എൻ്റെ ജെനുവിൻ ആവശ്യം എൻ്റെ അമ്മയോട് ഞാനൊരു പെൺകുട്ടി ഒരു പായസം ഇട്ടു, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പായസം ഇട്ടു പായസം വാങ്ങിച്ചായിരുന്നു, കൊടുക്കില്ല. ആ കൊടുക്കാത്തത് സ്നേഹം കൊണ്ടാണ്. അതെ, നേരെ മറിച്ച് ആ കടക്കാരൻ കൊടുക്കുമോ? അയാൾക്ക് കുട്ടിയോട് സ്നേഹമില്ല, കച്ചവടം. അതെ, ഇത് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളും ഒക്കെ പോയി. ഈ പാർട്ടി എന്ന് പറയുന്ന ലെജിസ്ലേച്ചറിന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. അല്ലാതെ അവിടെ വോട്ടിട്ട് സാധിക്കുന്നതാണ്. പിണറായിയൊക്കെ രാജ്യം തന്നെ, പിണറായിയുടെ ദേശത്തിൻ്റെ പേരെന്നെ പിണറായി തന്നെയല്ലേ കണ്ണൂര്. അവിടെ ഒരു വലിയ വഴക്ക് ഏതാണ്ടുണ്ടായി, ആളുകളുടെ കുത്തിവരാനൊക്കെ. ഞങ്ങൾ പോയി. ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ ഒരു വീട്ടുകാർ പറഞ്ഞു അവരുടെ വീട്ടിൽ വന്ന് ഈ റേഡിയോ അല്ല ടെലിവിഷൻ കണ്ടുകൊണ്ടിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നെയ്ബർ വീട്ടിൽ അയാൾ പറഞ്ഞ് ഞാൻ പോയി ഉണ്ടച്ചു വരാം. അയാൾ ഉണ്ണാൻ പോയി ഉണ്ടച്ചു വന്നു. ഉണ്ടച്ചു വന്നപ്പോൾ ഇവരിട്ടൊരു കുത്തു കൊടുത്തു. ഒന്നും അവൻ രാവിലെ മുഴുവൻ അവൻ്റെ വീട്ടിൽ ഇരുന്ന് ടെലിവിഷൻ കണ്ട. എന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടച്ചു വരാമെന്ന് പറഞ്ഞു. ഒന്ന് കാണിച്ചത് ഇതൊക്കെ അയൽവാസിയെ കൊല്ലാനില്ല. ഇന്ന് ഭർത്താവിനെ കൊല്ലാനും ഭാര്യയെ കൊല്ലാനും ഭാര്യയ്ക്കും ഭർത്താവിനും വിഷമമില്ല. നമ്മൾ പത്രത്തിൽ വായിക്കും. തീർച്ചയായിട്ടും അത് ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട് തിരുമേനി, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കേരളം എടുത്താൽ 2 കൂട്ടർ വളരെ ദൈന്യത കഷ്ടപ്പാട് അനുഭവിക്കുന്നു. 2 കൂട്ടരും ജീവിതത്തിൻ്റെ ഒരു അറ്റത്തുള്ള, ഒന്ന് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ, മറ്റൊന്ന് കുഞ്ഞുങ്ങൾ. ഇപ്പോൾ ഈ തിരുവോണ ദിവസം ഒരു കുഞ്ഞിനെ അച്ഛൻ കൊന്ന വാർത്തയാണ് പത്രത്തിൻ്റെ 1ാമത്തെ പേജിൽ. അപ്പോൾ ഈ ഓണപ്പാട്ടിൽ പറയുന്നുണ്ടല്ലോ തിരുമേനി, ആധികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല. മാവേലിയുടെ കാലത്ത് ബാലമരണങ്ങൾ പോലും കേട്ടിരുന്നില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് ഇപ്പോൾ ഓണം വരുമ്പോൾ ആ തിരുവോണത്തിൻ്റെ ദിവസം ബാലമരണമല്ല, കൊലപാതകമാണ്. അത് ചെയ്യുന്നത് സ്വന്തം അച്ഛനുമാണ്. ഈ ഒരു ദുരന്തം. അതെ, ഞാൻ പറഞ്ഞ തെരുവുനായെ സംരക്ഷിക്കാൻ നമുക്ക് വലിയ താല്പര്യം. എന്നാൽ മനുഷ്യന് എൻ്റെ വല്യപ്പനെ ആക്കണം. ഞാൻ പറയും, എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ അടുക്ക് വന്നു. ഞാൻ ചോദിച്ചു എന്നെ ഉണ്ട് വിശേഷം. അവൻ പറഞ്ഞു, തിരുമേനി ഞാനൊരു അപേക്ഷയുമായിട്ടാണ് വരുന്നത്. എന്നാന്ന് ചോദിച്ചു. എൻ്റെ പടം മനോരമയിൽ വന്നിടണം, മനോരമയിൽ എൻ്റെ പടം വന്നിടണം. ഞാൻ പറഞ്ഞു, നീ ചെയ്ത ഒരു നല്ല പ്രവർത്തനം ഇടുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വേണം. ഒന്ന് നീ ചത്തുപോയി, അല്ലെങ്കിൽ നിൻ്റെ അപ്പൻ മരിച്ചു, അങ്ങനെ നീ പറയാം എന്തേലും ഒന്ന്. ഉടനെ അവൻ പറഞ്ഞു, ഞാൻ പറയാം. ഇപ്പോൾ 75 വയസ്സോ വെച്ച് അയാൾക്ക് പെൻഷൻ കൊടുക്കും. അപ്പോൾ എൻ്റെ അപ്പന് പെൻഷൻ കിട്ടും. ആ പെൻഷൻ കൊടുത്ത് അപ്പനെ ഈ ഗവൺമെൻറ് വൃദ്ധമന്ദിരത്തിൽ ആക്കാൻ വേണ്ടി അതിനായി പെൻഷൻ ആക്കാം. ഞാനങ്ങനെ ഇപ്പോഴും എൻ്റെ വീട്ടിൽ താമസിക്കും. അപ്പനെ വീട്ടിൽ താമസിക്കുന്നത് പുണ്യമായി. അതിന് പടം കിട്ടണം. അവന് പടമില്ലായി. അതായത് ഇന്ന് അപ്പൻ ഞാൻ കല്യാണം കഴിച്ചിട്ട് 7 വർഷമായി. ഇപ്പോഴും ആ കഴിച്ച ഭാര്യ തന്നെയാണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അത് ഉയർച്ചയായി. സാധാരണമായിട്ടുള്ള ജീവിത അവസ്ഥകളൊക്കെ അസാധാരണമായ
ജീവിത നന്മകളായിട്ട് കാണേണ്ടി വരിക. ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഒരു കൊച്ചന്, അവൻ്റെ മകനൊരു നല്ല ഉയർന്ന ഉദ്യോഗസ്ഥൻ. ഞാൻ പലപ്പോഴും ഒക്കെ അവരുടെ വീട്ടിൽ പോകും. അപ്പം ഈ അപ്പൻ്റെ കൂടെ ഞാൻ പഠിച്ചു എന്നുള്ള കാരണത്താലാണ് പോകുന്നതും ഈ മക്കളെയൊക്കെ ഞാൻ പരിചയം. അവരെന്നെ ഒരു ഊണിന് വിളിച്ചു. ഞാൻ പോയി, എനിക്ക് സന്തോഷം. അവിടെ ചെന്നപ്പോൾ ഇയാളില്ല. ഞാൻ പറഞ്ഞു, നീ എന്താ? ഞാനുണ്ട് കഴിഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ നല്ല കൊടുക്കാനാണല്ലോ, നിന്റെ അവിടെ ഇരുന്ന് കഴിക്കാനാണ് ഞാൻ വിളിച്ചിട്ട് വരും. നീ നേരത്തെ കൊണ്ടുപോയി. അത് തിരുമേനി ഞാൻ ആകുന്ന ഇവരോട് പറഞ്ഞു. നിങ്ങളെ ഉള്ള പരിചയമല്ല, എന്നെയുള്ള പരിചയം കൊണ്ടാണ് നിങ്ങൾ വന്നത്. അപ്പം ഞാൻ തിരുമേനോട് കഴിച്ചോളൂ ആവശ്യം. അപ്പം അവർ പറഞ്ഞു, ഈ അപ്പച്ചനെ തൊപ്പി വെക്കും, എല്ലും മുള്ളുമൊക്കെ വരുമ്പോൾ മേച്ചോട്ട് അങ്ങനെ തൂക്കി വെക്കും. അതൊരു നല്ല ആരല്ല. അപ്പം ഞാൻ എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി. അവർ ചോദിച്ചാൽ അതെന്തോ പറ്റി? ഞാൻ പറഞ്ഞു, ഞാനും എല്ല് വിഴുങ്ങുകയല്ല, എല്ല് തൂപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല, അതുകൊണ്ട് വേണ്ട. അപ്പം ഈ പിന്നെ അയ്യപ്പൻ എന്നെ വിളിച്ചേക്ക് പറഞ്ഞു, തിരുമേനിയുടെ പ്രസംഗം പറ്റിപ്പോയി. ഇപ്പം അവരുടെ ഇപ്പം എന്നെ കൂടാതെ ഭക്ഷണം കഴിക്കുക. അതിൽ ഇപ്പോൾ ഈ കൂട്ടായി ഭക്ഷണം കഴിക്കുക, ഒന്നിച്ചിരിക്കുക, ഇപ്പോൾ കുടുംബാംഗങ്ങളായിക്കോട്ടെ, മാതാപിതാക്കൾ മക്കളുടെ കൂടെ ഇരിക്കുക, ഒന്നിച്ച് അന്നം ഉള്ളത് പങ്കുവെക്കുക, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഇപ്പോൾ യേശു ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് ഈ കുഞ്ഞിനെ പോലെ മാനസാന്തരപ്പെടാതെ നിങ്ങൾക്ക് എന്ന മാതിരി പ്രവാചക തിരുമേനി ഒരു കുഞ്ഞിനെ മുത്തം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്രാമീണനായ മനുഷ്യൻ കയറി വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ കൗതുകമായി. ഇപ്പോൾ ദൈവദൂതൻ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളൊന്നും അങ്ങനെയൊന്നും ലാളിക്കാത്ത, പരിഗണിക്കാത്ത ഒരാളായിരിക്കണം ഈ സാധാരണ മനുഷ്യൻ ഒരു പക്ഷേ ആലോചിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങ് കുഞ്ഞുങ്ങളെ ചുംബിക്കാറുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പം നബി തിരുമേനി മുഹമ്മദ് നബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ദൈവം ഹൃദയത്തിൽ കരുണ തരാഞ്ഞാൽ എന്ത് ചെയ്യും? ഹൃദയകാരുണ്യം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ സ്വാഭാവികമായിട്ട് സ്നേഹിക്കും. അതെ, ഇപ്പം അതൊക്കെ പ്രസംഗിക്കുന്നവരുണ്ടെന്നല്ലാതെ ആ പ്രസംഗിക്കുന്നവരും പ്രാക്ടീസ് ചെയ്യുന്നു. അത് നമുക്ക് മാറി. കേരളത്തിൻ്റെ ഞാൻ നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ, അപ്പം ചോദിച്ചു ഞങ്ങളോടുള്ള ഗുണദോഷം. ഞാൻ പറഞ്ഞു, നായൽക്കാരനെ സ്നേഹിക്കും, അവൻ്റെ ഉയർച്ചയിൽ സന്തോഷം, അവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. ഈ അയൽപക്ക ബന്ധങ്ങൾ നല്ല നിലയിൽ നടന്നാൽ തന്നെ സാമൂഹിക സൗഹൃദം, സമുദായ സൗഹാർദ്ദമൊക്കെ തന്നാലുണ്ടാവും. ഈ എൻ്റെ അയൽവാസിയായ ഒരു പട്ടണക്കുട്ടി പഠിച്ച് താമസിച്ചു. അയാൾ വളരെ സാധു, പപ്പടം ഉണ്ടാക്കി വീട്ടൊക്കെ പശുവിനെയൊക്കെ. അപ്പം അവനും ഞാൻ 4ാം ക്ലാസ് പാസ്സായി. പിന്നെ അവന് പഠിക്കാൻ അപ്പനെ നിർത്തി. അപ്പം എൻ്റെ അപ്പച്ചൻ വലിയ അപ്പനെ പറഞ്ഞു, നീ നമ്മുടെ വീട് അടുത്താണല്ലോ, അതുകൊണ്ട് അവൻ വന്ന് എൻ്റെ മകൻ്റെ പുസ്തകം ഉപയോഗിച്ച് പഠിക്കട്ടെ, അതൊക്കെ എഴുതണം. എന്നിട്ട് രാത്രി ഇവിടെ തൊട്ടടുത്തല്ലേ, ഇവനങ്ങ് വീട്ടിൽ വന്ന് കിടക്കണേ കേട്ടല്ല, അവിടെ കിടക്കട്ടെ. രാവിലെ വന്ന് ആ പശുവിനെ തിന്നാൻ വഴി വിട്ടേച്ചിരുന്ന് വായിക്കും. അത് കഴിഞ്ഞ് എല്ലാം വന്ന് പരീക്ഷ വന്നപ്പോൾ അവൻ 65 മാർക്കും എനിക്ക് 55 മാർക്കും. അപ്പോൾ അപ്പച്ചൻ വഴക്ക് പറഞ്ഞു എന്നെ, നീ ഇതെല്ലാം സൗകര്യത്തിൽ ഇരിക്കുന്നു, അവന് 65 കിട്ടി, നിനക്ക് 55. ഞാൻ പറഞ്ഞു അത് അപ്പച്ചൻ്റെ കുറ്റം. പിന്നെ ചോദിച്ചതന്നെ. ഞാൻ പറഞ്ഞു അവൻ അതിൻ്റെ അകത്ത് നല്ലതെല്ലാം അങ്ങ് ആദ്യം വായിച്ച് എടുത്തു.
പിന്നെ ഷവറെ കൊള്ളു ഞാൻ ചെന്നപ്പോൾ ഒന്നേ അപ്പച്ചൻ നിനക്ക് വെള്ളത്തിലൊക്കെ അയാളുടെ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലായി മലയാളം. ആ കോളേജിൽ ഞാൻ ശ്രമിക്കാൻ ഒരു വൃത്യം. അപ്പോൾ അയാളുടെ സ്വാഗതം പറയും. അതുപോലെ ഈ തിരുമേനിയുടെ പിതാവില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ കോളേജിൽ പ്രിൻസിപ്പലായിട്ടിരിക്കാൻ ഒക്കുകയില്ല. ഞാൻ വിചാരിച്ച് രണ്ടുപേരുടെ എൻ്റെ അപ്പന് ഹയസ്റ്റ് ട്രിബ്യൂട്ട് ഇതിൽ കൂടുതലാണ്. എൻ്റെ അപ്പൻ അവന് വേണ്ടി അവനെ സാധാരണക്കാരൻ 4ാം ക്ലാസ് കൊണ്ട് അവനെ കോളേജിൻ്റെ പ്രിൻസിപ്പലാക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട്. അതവൻ കോളേജ് പ്രിൻസിപ്പലായിരിക്കുമ്പോൾ പൊതുയോഗത്തിൽ വിളിച്ചു വന്നു. അങ്ങനെയൊക്കെ ഉള്ള കാലം ഉണ്ടായിരുന്നു. അത് വീണ്ടെടുക്കാൻ നോക്കണം. അത് വീണ്ടെടുക്കണം. അത് വീണ്ടെടുത്തെങ്കിൽ തന്നെ തിരുമേനി പൊതുവെ നമ്മുടെ മാനവരാശിക്ക് തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ആവശ്യം ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മാനവിക മൂല്യങ്ങളും സ്നേഹബന്ധങ്ങളും. അല്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവർക്കും പാർക്കാൻ കഴിയാതെ വരുമല്ലോ. പരസ്പരം അതെ ഒരു ബഹുസ്വരത തീർച്ചയായും നിർമ്മിച്ചെടുക്കേണ്ടി വരുമല്ലോ. പരസ്പരം ആദരിക്കുന്ന വ്യത്യാസങ്ങളെ നിലനിർത്തി പോകുന്ന ഒരവസ്ഥ അല്ലേ തിരുമേനി? ഒരു വ്യത്യാസങ്ങളെ മാനിക്കണ്ടേ? വ്യത്യാസം വേണം. ഞാൻ പറഞ്ഞേ ദൈവം സൃഷ്ടിച്ചപ്പോൾ 2 മനുഷ്യരെ ഒരുപോലെ ഇല്ല, കണ്ട വ്യത്യാസമുണ്ട്. മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, ഈ മീറ്റിങ്ങിൽ ഇത്രയും സ്ത്രീകളിരിപ്പുണ്ട്. ഈ മീറ്റിങ്ങിൽ നമ്മൾ റെസൊല്യൂഷൻ പാസ്സാക്കി ദൈവം എല്ലാവരെയും കണ്ടാൽ ഒരുപോലിരിക്കും. ആ വ്യത്യാസം അങ്ങനെ വരികയാണെങ്കിൽ ഭാവി നരകം വിടം തുടങ്ങും. കാര്യം എൻ്റെ ഭാര്യ ഏതാന്ന് ഇത് ഞാനങ്ങനെ കണ്ടു. അതുകൊണ്ട് വ്യത്യസ്തത എന്ന് പറയുന്നത് ഭിന്നത എന്നല്ല. അല്ല, വൈവിധ്യം ഭിന്നതയാവണമെന്നില്ല. അതെ, ഭിന്നതയിലേക്ക് നയിക്കേണ്ടതില്ല. വൈവിധ്യമാണല്ലോ തിരുമേനി സൗന്ദര്യം. അതല്ലേ സൗന്ദര്യം. വൈരുദ്ധ്യം വേണം. നമ്മുടെ 3 മക്കളും കണ്ടാൽ ഒരുപോലിരിക്കുമെങ്കിൽ എങ്ങനെയാണ് അറിയുന്നത്? 3 പേരുടെയും പേരൊന്നാണ് പാപ്പ എന്ന് വിളിച്ചാൽ ആരെയാ വിളിച്ചെന്ന്? എൻ്റെ വീട്ടിൽ 2 പേര് ജോലിയെടുക്കാൻ, 2 പേരുടെയും പേര് സന്തോഷം. അപ്പോൾ ഇപ്പം ഞങ്ങൾ 1-2 എന്നാക്കി. അത് സന്തോഷം വരാമെന്ന് പറഞ്ഞാൽ ഞാൻ 2 കൂടെ വരും. 1 വാ 2. അപ്പോൾ ഐക്യത പ്രശ്നം ഉണ്ടാക്കും. ഐക്യത എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി. അപ്പോൾ അത് നേരെ മറിച്ച് ദൈവം ഒരു മാവിന് എത്ര ഇലയുണ്ട്, അതെല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്. അത് എക്സാക്ട്ലി സെയിം വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ മറ്റുള്ളവരുടെ ആവശ്യത്തിൽ എൻ്റെ ആവശ്യം കാണാൻ നമ്മൾ ശ്രമിക്കണം. ഇത് സാധിച്ചു കിട്ടിയാൽ എല്ലാവരും ഒരുപോലെ അല്ല, എല്ലാവരും ഒരുപോലെ അല്ല. എല്ലാവരും ഒരുപോലെ ആയാൽ ലോകം നശിക്കും. എന്നാൽ എല്ലാവരും മനുഷ്യരായി ജീവിക്കണം. അതിന് പരസ്പരം ആദരിക്കണം. എനിക്ക് വളരെ താല്പര്യമായി തോന്നാറുണ്ട് തിരുമേനി ഇമ്മാനുവൽ കാന്റിൻ്റെ ഫിലോസഫി. അതെ, അതിൽ മാൻ ഈസ് ദ എൻഡ് നോട്ട് ദ മീൻസ്. മാൻ മസ്റ്റ് ബി ദ എൻഡ്. മനുഷ്യൻ ലക്ഷ്യമായിട്ട് കാണാം. മനുഷ്യനെ ഒരു ഉദാത്തമായ ലക്ഷ്യമായിട്ട് കാണാം. ഓരോന്നൊരു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ഉപകരണമായി മാർഗമായിട്ട് കാണാതിരിക്കുക. ഞങ്ങളുടെ പള്ളിയിൽ പറയും, മനുഷ്യനാകാതെ സ്വർഗത്തിൽ പോയ ആരുമില്ല. അതെ, മനുഷ്യൻ ആകാതെ. മനുഷ്യനാണ് സ്വർഗത്തിൽ പോകുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യത്വത്തിൻ്റെ വില മനസ്സിലാക്കണം. മനുഷ്യനാകുന്നത് ഞങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്, യഹോവയായ ദൈവം
നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിപ്പോൾ മനുഷ്യൻ ഭൂമിയിൽ രൂപമുണ്ടാകും, ദൈവത്തിൽ ജീവനുണ്ടാകും. അതെ, അങ്ങനെ നമ്മൾക്ക് ആ കളിമണ്ണിൽ പറയുമ്പോൾ ഞാനൊരു കവിത ഓർത്തുപോയി. ഇക്ബാലിൻ്റെ ഒരു കവിത ഉണ്ട് തിരുവേനി. സുനാ ഹേ ഖാക്ക് സേ തെരി നമൂദ് ഹെ ലേക്കിൻ, സുനാ ഹേ ഖാക്ക് സേ തെരി നമൂദ് ഹെ ലേക്കിൻ തെരി സരിഷ്ത് മെ ഹേ കൗകബി വ മെഹ്താബി. ആദമിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി എഴുതിയിട്ട് പറയാണ് കവി, നിന്നെക്കുറിച്ച് കേട്ടത് നീ മണ്ണിന്ന് വന്നു എന്നാണ്. ആദമനോട് പറയാണ്, നിന്നെക്കുറിച്ച് കേട്ടത് നീ മണ്ണിന്ന് വന്നു എന്നാണ്, പക്ഷെ നിന്നെ കാണുമ്പോൾ ചന്ദ്രപ്രഭയും നക്ഷത്ര വീര്യവുമാണ്. മണ്ണിന്ന് സൃഷ്ടിച്ച ഈ ഒരു പൊടി തിരുമേനി പറഞ്ഞില്ലേ, ആ കളിമണ്ണ്, ആ കളിമണ്ണിനെ നക്ഷത്ര വീര്യത്തിലേക്കും ആ ഒരു നിലാവിൻ്റെ പ്രകാശ ധാവള്യത്തിലേക്കൊക്കെ നയിക്കുന്നതാണല്ലോ മനുഷ്യത്വം. ഇങ്ങനെയൊക്കെ വലിയ തത്വമൊക്കെ അറിയാവുന്ന MLA-മാർ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പോഴും ഇതുപോലിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ മുഹമ്മദിയർ ക്രിസ്ത്യാനികളാണ്, മുഹമ്മദിയരാണ്. അള്ളാഹു പഠിപ്പിച്ചു എന്ന് നബി പറയുന്ന കാര്യം പ്രാവർത്തികമാക്കണം. ക്രിസ്തു പഠിപ്പിച്ചു എന്ന് പറയുന്ന കാര്യം ക്രൈസ്തവ സഹോദരങ്ങൾ പ്രാവർത്തികമാക്കണം. ONVയുടെ വരികളുണ്ട്. ഇനി നമ്മിൽ ഒരാൾ മറ്റൊരാൾക്ക് ഇമ വെട്ടാതെ കാത്തിരിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ ONV. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഇമ വെട്ടാതെ കാത്തിരിക്കുക, ഒരാൾ മറ്റൊരാളുടെ കാവൽക്കാരനാവുക. അങ്ങനെ ഒരു നല്ല ലോകം ഉണ്ടായിത്തീരണം. അതിനുള്ള പ്രവർത്തനങ്ങളാണല്ലേ ഇന്ന്. അതെ, അതിന് എല്ലാവരും കൂടെ ശ്രമിക്കണം. ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഒരു പ്രാസംഗികനാണല്ലോ, ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാം ആരെയൊക്കെ കൂട്ടി ചെയ്തു, ഹിന്ദു, ക്രിസ്ത്യാനി, ONV ഒക്കെ കൂട്ടി ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊതുവിൽ പഠിപ്പിക്കുന്ന ആളാണ്. ഞാൻ എതിർക്കും കാര്യം നമ്മുടെ മുഹമ്മദിയനേക്കാൾ വലുതായിട്ട് ആരും പറഞ്ഞത്. മുഹമ്മദിയൻ്റെ ഗുണം എല്ലാവരെയും വലുതാക്കും. അതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ എല്ലാ പാർട്ടിക്കാരും കൂടി യോജിക്കണമെന്ന് വെച്ചാൽ പാർട്ടി വിടണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ കാര്യം കൊണ്ട് നോക്കണം. അതുകൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ കാര്യം അതെൻ്റെയും ആവശ്യമാണ് എന്നുള്ള നിലവാരം. എനിക്ക് തിരുമേനിയിൽ എപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ പ്രത്യേകത ഈ മന്ദഹാസം, ഈ നർമ്മം, ഈ മന്ദഹസിക്കുന്ന മതം മതത്തിനും ഉണ്ടായിരിക്കണമല്ലോ, അല്ലെങ്കിൽ മതം അതാണല്ലോ. മൗന മന്ദഹാസം എന്നൊക്കെ പറയണേ ഒക്കെ പരുക്കനായിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ കാലത്ത്. എല്ലാത്തിനും പാരുഷ്യം വരികയാണ്, കാഠിന്യം വരികയാണ്, നൈർമല്യം, മൃദുലത ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഞങ്ങളുടെയൊക്കെ ഈ കാലഘട്ടത്തിന് സാക്ഷിയായ തിരുമേനി, സാക്ഷി മാത്രമല്ല, നേരത്തെ കാവൽ എന്ന് പറഞ്ഞു. എൻ്റെ കണ്ണിൽ തിരുമേനി ഒരു കാവൽ ദൗത്യം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കാലഘട്ടത്തിൽ ഒരു കാവൽക്കാരനായി, സാക്ഷിയായ കാവൽക്കാരനായി ഈ മന്ദഹാസം ചൊരിഞ്ഞിട്ടുള്ള ഈ ജീവിതം മാത്രമല്ല, ഈ ജീവിത ദർശനം അത് ഇനിയും വളരെ ഏറെക്കാലം ദീർഘായുസ്സോടെ കാരുണ്യവാനായ ദൈവം
ഞങ്ങൾക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഈ ചിരിച്ചുകൊണ്ടുള്ള ഈ ഏർപ്പാട് ഇത് വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയോ? ഈ ചിരി എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണല്ലോ. പ്രവാചക തിരുമേനി അതിനെപ്പറ്റി പറയുന്നത് ഹലാവ എന്നാണ്. പുഞ്ചിരി മാധുര്യമാണെന്ന്. ഹലാവ. അതിനാണ് ഹലുവ ഉണ്ടായത്. ഹലാവ, അറബിയിൽ ഹലാവ എന്ന് പറഞ്ഞാൽ മാധുര്യം. അതിൽ നിന്നാണ് ഹലുവ ഉണ്ടായത്. ഹലുവ. അപ്പോൾ ഈ ഏറ്റവും വലിയ മാധുര്യം മന്ദഹാസം തന്നെയാണല്ലോ. ആളുകൾ കാണുമ്പോൾ ചിരിക്കുക, ഇങ്ങോട്ടൊരു ചിരിക്കുക, അങ്ങോട്ട് അതിനേക്കാൾ വലിയൊരു പുഞ്ചിരി സമ്മാനമായിട്ട് തിരിച്ചു കൊടുക്കുക, അല്ലേ? ഇപ്പം ഇന്ന് അതിൻ്റെയൊക്കെ പ്രസക്തി വർദ്ധിച്ചു. കാരണം ചിരിക്കാൻ മടി, രോഷപ്പെടുക, മതവേദികളിൽ നിന്ന് രോഷം കേൾക്കുക, മതം പറയുന്നവർ, രാഷ്ട്രീയം പറയുന്നവരൊക്കെ കഠിനമായ ഭാഷ പറയുക. ഈ കാഠിന്യം ഇല്ലാതെയായി കാരുണ്യം വരാൻ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെപ്പോലെ ഉള്ള ആളുകൾക്ക് അങ്ങയെപ്പോലവരുടെ സാന്നിധ്യം വളരെ വളരെ വിലപ്പെട്ടതാണ്. ഞാൻ സന്തോഷം. കണ്ടതും കേട്ടതും ബന്ധപ്പെട്ടതും ഓരോ തവണ കാണുമ്പോഴും നമുക്കാണ് എനർജി കിട്ടുന്നത്. അതെ. എപ്പോ തിരുവേലിയെ കണ്ടു പോകുന്നുണ്ടോ നമ്മൾ ചാർജ് ചെയ്ത് പോവാണ്. വലിയ ഊർജദായക ശക്തിയാണ് ഈ മന്ദഹാസത്തിന്. അദ്ദേഹത്തെ എപ്പോൾ കാണുമ്പോഴും എപ്പോഴൊക്കെ കൂടെ ഇരിക്കുമ്പോഴും അനുഭവപ്പെടുന്ന ഒരു സുഖം, സമാധാനം, സന്തോഷം, ഇതൊക്കെ വളരെ വളരെ വലുതാണ്. അതുതന്നെയാണ് ഒരു വ്യക്തിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ. അതുതന്നെയാണ് മറ്റുള്ളവർക്ക് മാനവരാശിക്കായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം. അതുതന്നെയാണ് മതം, അതുതന്നെയാണ് രാഷ്ട്രീയം, അതുതന്നെയാണ് കല, സാഹിത്യം, അതുതന്നെയാണ് മൂല്യമുള്ളതെന്തോ അതുതന്നെയാണ്. ആ ഒരു ജീവിതത്തെ ഒപ്പിയെടുത്ത് കാലഘട്ടങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച് തലമുറകളിലേക്ക് ആ വെളിച്ചം കടന്നു ചെല്ലുന്നതിനുള്ള ഒരു ഉപാധിയായി എൻ്റെ പ്രിയ സുഹൃത്ത് ബ്ലസ്സി ഒരുക്കുന്ന ഈ ഒരു മഹാസംരംഭം മാറുന്നു എന്നുള്ളത് അല്പമൊന്നുമല്ല എന്നെപ്പോലുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്നത്. ഇതൊരു ചരിത്രരേഖയും കൂടിയാണ്. ഇത് കാലത്തിന് സാക്ഷി പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം ഇനിയും ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. കാലത്തിന് സാക്ഷി പറയുകയും കാലത്തിന് കാവൽ നിൽക്കുകയും. രവീന്ദ്രനാഥ ടാഗോറിനെ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു മെലിഞ്ഞൊരു മനുഷ്യൻ, താടിയും നെട്ടി, മുടി വളർത്തി, ഒരു ജുബ്ബയും ധരിച്ച് ശാന്തിനികേതനത്തിൽ മരച്ചുവട്ടിലിരുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് കോടാനുകോടി ജനങ്ങൾ പാർത്തിരുന്ന ഒരു ജനത്തിൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ അവിടെ പാർക്കുന്ന ജനങ്ങളുടെ കാവൽക്കാരനായിത്തീരുക? ആ കാവൽ ശ്രേഷ്ഠപ്രമാണങ്ങളുടെ കാവലാണ്, ജീവിത മൂല്യങ്ങളുടെ കാവലാണ്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ വലിയൊരു കാവൽക്കാരനെയാണ് ഈ മഹത്തായ സംരംഭത്തിലൂടെ നാം, ആ കാവൽക്കാരൻ്റെ പാദരേണുക്കളെയാണ് നാം ശാശ്വതമായിട്ട് നിലകൊള്ളുന്ന ആ പാദരേണുക്കളെയാണ് നാം പിൻതലമുറകൾക്ക് പകർന്നേകുന്നത്. ഇതിന് ശുഭമംഗളോദയം ഭവിക്കട്ടെ. നമസ്കാരം. അധികാരം കൈവശം വെക്കുന്നവർ തെറ്റ് ചെയ്യാൻ പാടില്ല. ആ തെറ്റുകൾക്കെതിരായിട്ടൊരു വിജിലൻ്റായിട്ടൊരു സമൂഹം വേണം. ഞാൻ പാർട്ടി ഇല്ലാതെ ഒറ്റ പാർട്ടി ഭരിക്കുന്നതിനോട് യോജിപ്പുകാരൻ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും സമൂഹം മാറണം എന്ന് ചിന്തിക്കുന്നുണ്ട്.